നിവിൻ നായകൻ തിയേറ്ററിൽ റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഹൊറർ കോമഡി എന്റർടൈനർ ചിത്രമാണ് സർവമായ എന്ന ചിത്രം. പാച്ചും അത്ഭുത വിളക്കും പോലുള്ള സിനിമകളിലൊക്കെ സമയത്തുള്ള അഖിൽ സത്യനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ചിത്രം വരുന്ന ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററിലേക്ക് വേൾഡ് വൈഡ് റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ പുതിയൊരു പോസ്റ്റർ വഴി ചിത്രത്തിന്റെ ടീം അതിന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സുരേഷ് ഗോപി നായകന്റെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു JSK എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഇപ്പോൾ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,90,00,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ നേടി ഒരു ഡീസന്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ഒക്കെ നേടിയെടുത്തിരിക്കുകയാണ്. സൂര്യനെതിരെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കറുപ്പ് എന്ന ചിത്രം. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത് RJ ബാലാജിയാണ്. ചിത്രം വരുന്ന ദീപാവലി പ്രമാണിച്ച് തിയേറ്ററിലേക്ക് റിലീസിനെത്താനാണ് നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇട്ട അപ്ഡേറ്റ് വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടീസർ ഒരു ഗ്ലിംസ് ഈ വരുന്ന ജൂലൈ 23 പുറത്തിറക്കുമെന്ന്. ഇപ്പോൾ ആ ഒരു കാര്യം ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം ലേറ്റസ്റ്റ് ആയിട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ആ ഒരു ഗ്ലിംസ് വഴിയാലും ചിത്രം നല്ല രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിജയ് ദേവരകൊണ്ട നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കിങ്ഡം എന്ന ചിത്രം. ഈ ഒരു ചിത്രം റിലീസിനെത്തുന്ന അതേ ഒരു ടൈമിൽ തമിഴ് ഭാഷയിലും അതല്ലെങ്കിൽ തമിഴ് വെർഷനും തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള വിതരണാവകാശങ്ങളൊക്കെ സ്വന്തമാക്കാൻ പോകുന്നത് ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ലാലേട്ടൻ നായകനെ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. കിഡിലുമുള്ള ഒരു ടീസറാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ചിത്രം വരുന്ന ഓഗസ്റ്റ് 28 വെല്ലുവായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്നത്. രാംചരൺ നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പെഡി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ശിവരാജ് കുമാർ ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം അതിൽ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിലെ കുറച്ച് ഷെഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ രാംചരന് അടുത്തതായി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പേ തന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷം മാർച്ച് 27 വെല്ലുവായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാംചരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് രംഗസ്ഥലത്തിനെക്കാട്ടിലും മികച്ച ഒരു ചിത്രമായിട്ട് തന്നെയാണ് പെഡി എന്ന ചിത്രം ഒരുക്കാൻ ചിത്രത്തിന്റെ ടീമായാലും ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധനുഷ് നായകനെ കുബേരൻ എന്ന ചിത്രത്തിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് ഇഡലിക്കടൈ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് സിംഗിൾ ഈ വരുന്ന ജൂലൈ 27 പുറത്തിറക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം അതിന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഹിറ്റ് ചിത്രങ്ങൾ ധനുഷിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതോടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെയാണ് ഉള്ളത്. രജനീകാന്ത് നായകനെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗം. തലവർ രജനീകാന്തിന് ഒരു കിഡിനെ കമ്പാക്ക് കൊടുത്തിട്ടുള്ള ചിത്രമായതുകൊണ്ടൊക്കെ കൂടി തന്നെ ഈ ഒരു ചിത്രം അന്ന് അത്യാവശ്യം വലിയൊരു കളക്ഷനൊക്കെ കളക്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗം വരുമ്പോഴും ഉള്ളത്. നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ ഒരു സോങ്ങിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലും കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ പുറത്തിറങ്ങുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം അടുത്ത വർഷം മിഡ് ഒക്കെ ആയിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും മികച്ച ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കൈ നിറയെ സിനിമകളുള്ള ഒരു ആക്ടർ തന്നെയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിന് ഇനി വരാനിരിക്കുന്നത് വമ്പൻ ലൈനപ്പിലുള്ള സിനിമകളൊക്കെ തന്നെയാണ്. അത് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അതിന്റെ കുറച്ച് അപ്ഡേറ്റുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. പുള്ളി ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന SS രാജമൗലിയുടെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനെ വരാനിരിക്കുന്ന SSMB 29 എന്ന ചിത്രത്തിലോട്ടാണ്. ഈ ഒരു ചിത്രത്തിലെ പുള്ളിയുടെ പോർഷൻസ് ഏകദേശം ഒരു 20 ദിവസത്തോളം വരുന്ന പുള്ളിയുടെ പോർഷൻസിന്റെ ഷൂട്ടിംഗ് മാത്രമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത്. അതിനുശേഷം പുള്ളി അടുത്തതായി ജോയിൻ ചെയ്യാൻ പോകുന്നത് വൈശാഖിന്റെ സംവിധാനത്തിൽ അടുത്തായി വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള ഖലീഫ എന്ന ചിത്രത്തിലോട്ടാണ്. പക്ഷെ ആ ഒരു ചിത്രത്തിലോട്ട് ജോയിൻ ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസത്തിലെ കുറച്ച് ദിവസത്തെ ഷൂട്ടൊക്കെ കാണത്തുള്ളൂ. ആ ഒരു ചിത്രത്തിലായാലും ഏകദേശം എങ്ങാണ്ട് ഒരു ഷെഡ്യൂൾ മാത്രം എങ്ങാണ്ടാണ് ഈ ഒരു വർഷം ഖലീഫ എന്ന ചിത്രത്തിന്റെ എടുക്കാൻ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പുള്ളി പിന്നീട് ഓഗസ്റ്റ് മിഡ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് വീണ്ടും റോഷാക്ക് ചിത്രത്തിന്റെ സമയത്തുള്ള നിസാം ബഷീറിന്റെ നോബഡി എന്ന ചിത്രത്തിലോട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്നതാണ്. ആ ഒരു ചിത്രത്തിന് ടോട്ടലി ഏകദേശം ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കുകയായി വരുന്ന ഒക്ടോബർ മാസമൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നീട് സന്തോഷ് ട്രോഫി എന്ന ചിത്രത്തിന്റെ സെറ്റിലോട്ട് ജോയിൻ ചെയ്യും. സന്തോഷ് ട്രോഫി എന്ന ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഗുരുവായൂർ അമ്പലനടൻ ജയ പോലുള്ള സിനിമകളുടെ സംവിധാനമായിട്ടുള്ള വിപിൻ ദാസ് ആണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് നിലവിൽ ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് 90 ദിവസത്തിന് മേളിലാണ്. എന്തായാലും ഇപ്പോൾ വരാനിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രങ്ങൾക്കൊക്കെ ആയാലും നല്ല രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. സൂപ്പർ സ്റ്റാർ പവൻ കല്യാൺ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹരിഹര വീരമല്ലു എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈപ്പ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം വരുന്ന ജൂലൈ 24 വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രീ റിലീസ് ഇവന്റ് ഇന്നാണ് നടക്കുന്ന ഒരു കാര്യം ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. അജിത്തിന്റെ കേരള തന്നെ ഏറ്റവും വലിയൊരു കളക്ഷൻ നേരിട്ടുള്ള ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ സമയമായിട്ടുള്ള ആദിക് രവിചന്ദ്രനുമായിട്ടാണ് ഏറ്റവും പുതുതായി അജിത്ത് ഒന്നിക്കാൻ പോകുന്ന
എന്നൊരു കാര്യമൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതിനെ ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഗുഡ് ബാഡ് അഗ്ലി പോലെ അല്ലെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി പോലൊരു ഒരു ഡിഫറെന്റ് ടൈപ്പ് ചിത്രമായിരിക്കും എന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ അപ്ഡേറ്റ് ആയാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കോമ്പോയിൽ വരുന്ന അടുത്തൊരു ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പായ കാര്യമൊക്കെ തന്നെയാണ്. മാർക്കോ എന്ന ചിത്രവിശേഷം അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനപ്പുറം ഹൈപ്പ് വരുന്ന മറ്റൊരു ചിത്രം അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഉണ്ണിമുത്തൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്നു ജോഷ് സാർ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നതോടുകൂടി തന്നെ നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ ഈ ഒരു പ്രൊജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിനെ പറ്റിയുള്ള ഒരു ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതൊരു കിടിലൻ സിനിമ തന്നെ ആവാനുള്ള ഹൈ ചാൻസ് ഒക്കെ തന്നെയാണ് കാണുന്നത്. ഇതൊരു ആക്ഷൻ എന്റർടൈനർ ചിത്രമാണെങ്കിൽ ഇപ്പോൾ ഒരു ഹൈപ്പിനെക്കാട്ടിലും ഒരു ഇരട്ടി ഹൈപ്പ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും മാർക്കോ എന്ന ചിത്രശേഷം കുറച്ച് ഗ്യാപ്പ് ഒക്കെ എടുത്ത് കിടിലം ഒരു രീതിയിലുള്ള സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും ജോഷ് സാറിനോടൊപ്പം എന്നെ സെലക്ട് ചെയ്തതെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. ബാക്ക് ടു ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം പ്രദീപ് നായിക്കിന്റെ തിയേറ്ററിലേക്ക് റിലീസ് നടത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് വരുന്ന സെപ്റ്റംബർ 18 ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് വരുന്ന സെപ്റ്റംബർ 18 പോസ്റ്റ്പോൺ ആകാൻ ഹൈ ചാൻസ് ഉണ്ടെന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത റിലീസിൽ ഒരുങ്ങുന്നത് പ്രദീപിന്റെ തന്നെ ഡ്യൂഡ് എന്ന ചിത്രം ഇപ്പോൾ ദീപാവലി റിലീസിന് റെഡി ആണെന്നൊക്കെയുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ പുറത്തിറങ്ങുന്നത്. ഇതിനെപ്പറ്റി ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുമായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ലിക്കുന്ന ചിത്രത്തിൽ എസ് സൂര്യ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ദിലീപേട്ടൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഒറ്റ നോക്കുന്ന ചിത്രത്തിന്റെയാണ് ബബ്ബ അല്ലെങ്കിൽ ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലോട്ട് ലാലേട്ടൻ ജോയിൻ ചെയ്യുന്ന കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിന്റെ ഒരു സോങ്ങിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. വിജയ് സേതുപതി നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫാമിലി എന്റർടൈനർ ചിത്രമാണ് തലൈവൻ തലൈവി എന്ന ചിത്രം. ചിത്രത്തിന്റെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 മണിക്കൂറും 20 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ചിത്രത്തിന് പറ്റിയ ഒരു പെർഫെക്റ്റ് റണ്ണിംഗ് ടൈം തന്നെയാണ് ഈ ഒരു ചിത്രത്തിനായാലും വന്നിട്ടുള്ളത്. ഇനിയും ഈ വർഷം ഇന്ത്യൻ സിനിമയിൽ റിലീസ് നടത്താനിരിക്കുന്ന സിനിമയുടെ ഒരു ക്ലാഷ് റിലീസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് രജനികാന്തിന്റെ കൂലി എന്ന ചിത്രം, കൂടാതെ തന്നെ ഹൃതിക് റോഷന്റെ വാർ ചിത്രത്തിന്റെ 2ാം ഭാഗമാണ്. വാർ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ നാളെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഓൾമോസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി ഒരു പോസ്റ്റർ ഉടനെ തന്നെ കൺഫേം ആക്കുമെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ലാലേട്ടന്റെ എക്കാലത്തും വലിയൊരു ക്ലാസ് ഹിറ്റ് ചിത്രം തന്നെയാണ് ദൃശ്യം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ 1ാം ഭാഗം അന്ന് മലയാളത്തിൽ തന്നെ 50 കോടി ക്ലബിൽ കയറിയ ചിത്രമായിരുന്നു. പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗമായാലും അന്ന് OTTയിൽ ഏറ്റവും വലിയൊരു തരംഗമായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 3ാം ഭാഗം ഒക്കെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. 3ാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിനെ പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കൂടാതെ തന്നെ മലയാളം ദൃശ്യത്തിന്റെ 3ാം ഭാഗം റിലീസിന് എത്തുന്നതിന് മുമ്പേ തന്നെ ഹിന്ദി ദൃശ്യത്തിന്റെ 3ാം ഭാഗം റിലീസിന് എത്തിക്കാൻ ഹിന്ദി ഭാഷയിലുള്ള ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ലീഗലിയൊക്കെ പോയപ്പോഴത്തേക്കിന് അങ്ങനെ പറ്റത്തില്ല, നമ്മുടെ മലയാളത്തിലെ ദൃശ്യത്തിന്റെ 3ാം ഭാഗം റിലീസിന് എത്തുന്നതിന് മുമ്പ് ഹിന്ദിയുടെ ദൃശ്യത്തിന്റെ 3ാം ഭാഗം റിലീസിന് എത്തിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ മലയാളം ദൃശ്യം 3ാം ഭാഗം റിലീസിന് എത്തി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഏകദേശം ഒരേ ടൈമിലൊക്കെ റിലീസിന് എത്തിക്കാനാണ് ഇപ്പോൾ നിലവിൽ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നതെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ദൃശ്യം ചിത്രത്തിന്റെ 3ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന സെപ്റ്റംബർ മിഡ് മുതൽ തുടങ്ങുമെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.